പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ജോസഫ് എന്നാണ്. എൻ്റെ സ്വദേശം കുരിക്കാട്, ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് ഉള്ളൊരു സ്ഥലമാണ് കുരിക്കാട്. ഞാൻ ഈ സുവിശേഷയുടെ ബന്ധത്തിൽ ഒരു വാഹനം ഓടിക്കുന്നു. ഞാൻ വിവാഹിതനാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. വൈഫിൻ്റെ പേര് രാധിക, മക്കളുടെ പേര് എഫ്രൈം, മനശ. ഞാൻ കർത്താവിൽ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ വരാൻ, എൻ്റെ ഈ സാക്ഷ്യം അറിയുവാൻ എനിക്കിങ്ങനെ ഒരു ദൈവം ഒരു അവസരമൊരുക്കിയ ഇതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ പഠിച്ചതൊക്കെ ഞാനൊരു ഓർഫനേജിൽ നിന്നാണ് പഠിച്ചത്. എനിക്ക് അമ്മയും അപ്പനും ഉണ്ടായിരുന്നു. എനിക്ക് 2 സഹോദരന്മാരാണ് ഉള്ളത്. പക്ഷെ അപ്പൻ പ്ലാവേന്ന് വീണ് കാലൊക്കെ ഒടിഞ്ഞ് പണിയെടുക്കാൻ സ്വാധീനമില്ലാതെ ആയിരുന്ന സമയത്ത് അമ്മയാണ് ഞങ്ങളെ പണിയെടുത്ത് ഞങ്ങളെ 3 പേരെയും വളർത്തിയത്. തുടർന്ന് പഠിപ്പിക്കാൻ സാഹചര്യമില്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിങ്ങനെ ഒരു ഓർഫനേജിൽ പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ അപ്പൻ്റെ അമ്മേനെയും സ്നേഹം കിട്ടുന്ന സമയത്ത് ആ ഓർഫനേജിൽ നിന്നാണ് വളർന്നത്. അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഓർഫനേജിൽ നിന്ന് പഠിത്തം എങ്ങനെയെങ്കിലും പൂർത്തീകരിച്ച് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ആ ഓർഫനേജിലുള്ളൊരു ജീവിതം, ഒരു മതിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു അനുഭവം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മറ്റുള്ള കുട്ടികൾ അവരുടെ അപ്പൻ്റെ അമ്മയുടെയും സ്നേഹം അനുഭവിച്ച് ജീവിക്കുമ്പോൾ ആ സ്നേഹം കിട്ടാതെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെയെങ്കിലും അതായിരുന്നു. എൻ്റെ മൂത്തയേട്ടൻ 7ാം ക്ലാസ് വരെ അവിടെ പഠിപ്പിക്കുകയുള്ളായിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞ് കൽപ്പണിക്ക് ഇറങ്ങി. രണ്ടാമത്തെ ചേട്ടൻ അവിടെ വേറൊരു ഓർഫനേജിലായിരുന്നു. അവിടെ 10 വരെ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ അത് കഴിഞ്ഞും വാർക്കപ്പണിക്ക് ഇറങ്ങി. ഞാനും അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനും ഇതുപോലെ ചേട്ടന്മാരുടെ കൂടെ പണിക്ക് വേണ്ടി ഇറങ്ങേണ്ടി വന്നു. തുടർന്ന് പഠിപ്പിക്കാനുള്ള പറഞ്ഞു തരാനോ ആരും സാഹചര്യമൊന്നും ഉണ്ടായില്ല. പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്വന്തക്കാരും ബന്ധക്കാരും ആരും അങ്ങോട്ട് ഇങ്ങനെ പഠിപ്പിക്കാനായിട്ടൊന്നും മുന്നോട്ട് വന്നില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ അപ്പൻ മരിച്ചു. പിന്നെ ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായില്ല. അമ്മയാണ് പിന്നെ ഉണ്ടായിരുന്നത്. അമ്മ ഞങ്ങളെല്ലാവരും പണിക്കിറങ്ങിയപ്പോൾ പിന്നെ അമ്മ വീട്ടിൽ തന്നെയായിരുന്നു. അമ്മേനെ പണിക്ക് വിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ പണിക്കിറങ്ങിയതിന് ഞാനൊരു മിക്സർ മെഷീൻ ഓപ്പറേറ്ററായിട്ടാണ് ഞാൻ പിന്നീട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ എല്ലാ ദിവസവും വാർക്കലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഡെയിലി മദ്യത്തിൻ്റെ ഒരു ഇതിലേക്ക് കടന്നു വന്നു. മദ്യം ഡെയിലി ഇങ്ങനെ കുടിച്ചു കൊണ്ടിരുന്ന എല്ലാ ദിവസവും വാർക്കലും. അപ്പോൾ എനിക്ക് പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ മദ്യത്തിന് അടിമയായി. എൻ്റെ ചേട്ടനും 2 ചേട്ടന്മാരും മദ്യം കഴിക്കുമായിരുന്നു. അതുകൊണ്ട് എന്നെ ഉപദേശിക്കാനൊന്നും ആരും അന്നുണ്ടായില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സംഭവത്തിലാണ് ഇങ്ങനെ കുറേ കൂട്ടുകാർ കൂടി മദ്യപിക്കുകയും പല കേസുകളിലൊക്കെ പെടുകയും അങ്ങനെ അടിപിടി കേസുകളിലൊക്കെ പല കേസുകളിലൊക്കെ പെടുകയും ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം എൻ്റെ ചേട്ടൻ എൻ്റെ വീടിന് നേരെ ഫ്രണ്ടിലെ ഒരു ബന്ധുക്കോസ് ചർച്ചാണ്. ആ ചർച്ചിലേക്ക് എൻ്റെ ചേട്ടൻ ഇങ്ങനെ ചേരുവാനിടയായി. യേശുവിനെ ഇങ്ങനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിലേക്ക് ചേർന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മദ്യപാനവും ഒക്കെ മാറി, സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വന്നു. അങ്ങനെ എനിക്ക് അങ്ങോട്ട് ചേട്ടൻ പോയതിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നീട് ഞാൻ ചേട്ടൻ്റെ സ്വഭാവമൊക്കെ മാറിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു അടിപിടി കേസിൽ പിന്നെയും പ്രതിയായി ആ കേസ് മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ ചേട്ടനെയും നിരപരാധിയായ എൻ്റെ ഈ വിശ്വാസത്തിലുള്ള ചേട്ടനെയും കേസിൽ പ്രതിയാക്കി. അങ്ങനെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ മദ്യപാനത്തിൽ നിന്നും ഈ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മാറാനായിട്ട് എനിക്കൊരു പെട്ടിവണ്ടി മേടിച്ച് തന്നു. പിന്നെ ഞാൻ അതിനകത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പെട്ടിവണ്ടി വൈകുന്നേരങ്ങളിൽ ഒതുക്കിയിട്ട് മദ്യപാനം തുടങ്ങി. അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോൾ കേസും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞങ്ങൾക്കിങ്ങനെ ആ കേസിന് വിധി വന്നു. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു ആ കേസിൽ. അതിൽ 3 പേരാണ് യഥാർത്ഥ പ്രതികളുണ്ടായുള്ളൂ. അതിൽ 3 പേർക്കും നിരപരാധികളാണ്. അതിന് ഞങ്ങൾ 6 പേർക്കും 7 വർഷവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഈ ഇങ്ങനെ ശിക്ഷ പെട്ടെന്ന് വിധിച്ചപ്പോൾ
പെട്ടെന്ന് ഓടിക്കൂടിയത് എൻ്റെ ചേട്ടൻ്റെ ചർച്ചിലുള്ള വിശ്വാസികളും ദൈവദാസന്മാരുമാണ് ഓടിക്കൂടിയത്. അപ്പോൾ ഞാനിങ്ങനെ അന്നിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ സ്വന്തക്കാരും പലവരുടെ ആൾക്കാരെ കൂട്ടുകാരൊക്കെ അവരുണ്ടായിരുന്നു, അവരുടെ ആരും അങ്ങനെ പെട്ടെന്ന് ഓടി വന്നില്ല. ഇവരെന്താണ് ഇത്രമാത്രം ഓടി വന്നതെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കാനിടയായി. അപ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര പ്രത്യേകത, എൻ്റെ ചേട്ടനോട് ഇത്ര സ്നേഹം കാണിക്കാനായിട്ട് എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ അവർ തന്നെ ജാമ്യം എടുക്കാനും ഒക്കെ ഇങ്ങനെ ഓടി നടന്നു. ഒരാൾക്ക് മാത്രമായിട്ട് ജാമ്യം എടുക്കാനായിട്ട് വന്നതാണ്. പക്ഷേ അവർ 6 പേർക്കും ഇവർ ജാമ്യം അവരെ സ്വന്തക്കാരെയൊക്കെ സമീപിച്ച് 2.5 ലക്ഷം രൂപ കെട്ടിവെച്ച് അവരെ ഇറക്കി. അതിനുശേഷം ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇവർ എന്താണ് ഇങ്ങനെ എത്രമാത്രം, എന്താണ് ഈ പെന്തിക്കോസ്തുകാർക്ക് ഇത്ര സ്നേഹം ഇത്ര ആണെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചെന്ന് കഴിഞ്ഞു. ഇങ്ങനെ ചേട്ടൻ്റെ വിവാഹത്തോടെ ബന്ധത്തിൽ വന്നപ്പോൾ ഈ കേസ് അതൊരു ബുദ്ധിമുട്ടായി. കാരണം ഒരു ശിക്ഷാപ്രതിയെ ആർക്ക് പെണ്ണു കൊടുക്കും? അങ്ങനെ നമ്മുടെ പെങ്ങന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആലോചന വരുമ്പോൾ ഒരു കേസുള്ളവനാന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് വേദനയായി. ഞാൻ കാരണമാണല്ലോ ചേട്ടന് ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് ചിന്തിക്കാനിടയായി. അതിനുശേഷം ഞാൻ ദൈവത്തെങ്കിലേക്ക് ഇങ്ങനെ തിരിയാനാണ്. എൻ്റെ ചേട്ടൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മൂത്ത ചേട്ടൻ വിവാഹിതനാണ് നേരത്തെ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടൻ്റെ വിവാഹം നടക്കണം എങ്ങനെയെങ്കിലും. അങ്ങനെ ഞാൻ ശബരിമലയ്ക്ക് 4 പ്രാവശ്യം കെട്ട് നിറച്ചൊക്കെ പോവുകയൊക്കെ ചെയ്തു. അതിലൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. പിന്നീട് ഞാൻ കലൂര് പള്ളിയിൽ എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. ഇതിങ്ങനെ എന്ത് പ്രശ്നം വന്നാലും മുടങ്ങാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവിടെ ഇങ്ങനെ മെഴുകുതിരി കത്തിക്കുകയും മാലയിടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മാലയിടലൊന്നും മെഴുകുതിരി കത്തിക്കലിലൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഈ ദൈവദാസന്മാരുടെ ഒക്കെ ഇങ്ങനെ സുവിശേഷമൊക്കെ കേൾക്കാനൊക്കെ ഇടയ്ക്കിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി മെഴുകുതിരി കത്തിക്കുന്നതിലൊരു കാര്യമില്ല. കാരണം ദൈവം ആ ഒരു മെഴുകുതിരിയിലും അല്ല ഒരു മാലയിലും അല്ല പ്രസാദിക്കുന്നതെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. ഞാൻ എന്നിട്ട് അതില്ലാതെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ ഒരു ആലോചന പാലയിൽ നിന്ന് വന്നു. ആ ആലോചന അതിങ്ങനെ ആലോചിച്ചെല്ലാം ഓക്കെ ആയി. പക്ഷേ ഈ കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് പിന്നെയും മാറാനിടയായി. പിന്നെയും ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കുന്ന പെണ്ണ് പറഞ്ഞു, എനിക്ക് ആ ചെറുക്കനെ തന്നെ മതി, കേസുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാനത് നോക്കിക്കൊള്ളാം എന്ന് ആ പെണ്ണിങ്ങനെ പറയാനിടയായി. അപ്പോൾ എനിക്ക് പിന്നെയും ദൈവത്തിൽ വിശ്വാസമായി. ഞാൻ പിന്നെയും കല്ലൂര് പള്ളിയിൽ മുടങ്ങാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ മൂത്തയേട്ടനും ഈ വിശ്വാസത്തിലേക്ക് വന്നു. മൂത്തയേട്ടൻ വിശ്വാസം വന്നപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളായി. അപ്പം ഞാനിങ്ങനെ മദ്യത്തിന് പിന്നെയും ഭയങ്കര കൂടുതലായി. എനിക്ക് വേണ്ടി ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും മാറ്റമില്ല, എനിക്ക് നിർത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം മദ്യപിച്ച് വന്നപ്പോൾ രണ്ടാമത്തെ ചേട്ടത്തിയായിട്ട് എന്തോ പറഞ്ഞ് ഭയങ്കര വാക്കുതർക്കമൊക്കെ ഉണ്ടായി. അപ്പോൾ ചേട്ടത്തി ദേവദാസന്മാരെ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ദേവദാസന്മാരും ദൈവമക്കളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ബഹളം ഉണ്ടാക്കി, ഇറങ്ങി പോകാനൊക്കെ ആയിട്ട് ബഹളം ഉണ്ടാക്കി. ഒരു ദേവദാസനെ, എന്നെ ഉപദേശിക്കാൻ വന്ന ദേവദാസനെ ഞാൻ തല്ലി ഓടിച്ച് ചർച്ചിലേക്ക് ഓടിച്ച് കയറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു അനുഭവം എനിക്കുണ്ടായപ്പോൾ എൻ്റെ മനസ്സിന് ഒരു നേരം വെളുത്തപ്പോൾ ഭയങ്കര ഒരു തകർച്ച വന്നു. കാരണം ഞാനൊരു ദേവദാസനെ തല്ലി എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ചർച്ചിലുള്ളൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, നിനക്ക് മദ്യപാനം മാറണമെങ്കിൽ നിനക്കൊരു സ്ഥലമുണ്ട്, നിനക്ക് മദ്യപാനം മാറ്റണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ധ്യാനത്തിന് പോകാം, പൂക്കാട്ടുപടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ധ്യാനമുണ്ട്, അവിടെ ഒരാഴ്ച പോയാൽ ഇതെല്ലാം മാറുമെന്ന് പറഞ്ഞു. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ മാസം ധ്യാനം ഉണ്ടായില്ല. പിറ്റേ മാസമായിരുന്നു ധ്യാനം. പിറ്റേ മാസം പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും പോകണം എന്ന്, ധ്യാനത്തിന് പോകണമെന്നൊക്കെ ഇല്ലാണ്ട് വന്നു. പക്ഷേ പുള്ളി നിർബന്ധിച്ചു, അടുത്ത ആഴ്ചയാണ് പോകേണ്ടത്. ശരി, പോകാമെന്ന് ഞാൻ നല്ല അത്രമാത്രം കുടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്തായാലും ഞാൻ നിർത്താൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് ഞാൻ ബിവറേജിൽ പോയി 6 ലിറ്റർ മദ്യം മേടിച്ചു. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഓരോ ലിറ്റർ മേടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുടിച്ച് ലാസ്റ്റ് 1 ലിറ്റർ ആയപ്പോൾ ഞായറാഴ്ച എനിക്കൊരു കൂട്ടുകാരനോട് ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം അവന് ഗൾഫിൽ പോയി കഴിഞ്ഞ് വരുമ്പോൾ അവന് 1 ലക്ഷം രൂപയാണ് ഒരു മാസം മാത്രം ഞങ്ങൾക്ക് വേണ്ടി മദ്യപിക്കേണ്ടത്. കാരണം ബാറിൽ റൂം എടുത്ത് താമസിച്ചാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവനെ ഒന്ന് വിളിച്ച് ഞാനൊന്ന് പറഞ്ഞു, ഈ 1 ലിറ്റർ ലാസ്റ്റ് 1 ലിറ്റർ എടുത്തിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നീ വിളിക്കരുത്, ഞാൻ കുടി നിർത്തുകയാണ്, നീ കുടിക്കാനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് പറഞ്ഞു, അവൻ എന്നെ കുറേ കളിയാക്കി, നിന്നെ കൊണ്ടൊന്നും സാധ്യമല്ല, നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, കൂടി വന്ന ഒരാഴ്ച അതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു തീരുമാനമെടുത്തു, എനിക്കിത്
പറ്റും, ദൈവത്താൽ സാധിക്കുമെന്ന് ഞാനിങ്ങനെ ഉറച്ചു. കാരണം എന്നെ കൊണ്ട് സാധ്യമല്ല, ദൈവത്താൽ സാധ്യം എന്ന് ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ഞാൻ പിറ്റേ ദിവസം ധ്യാനത്തിന് പോകാനായിട്ട് ഇങ്ങനെ നേരം വെളുത്തപ്പോൾ എനിക്ക് ആ ഹാങ് ഓവർ കാരണം പിന്നെ പോകണമെന്നൊന്നും ഉണ്ടായില്ല. പക്ഷേ സഹോദരൻ വണ്ടിയായിട്ട് വന്നപ്പോൾ അതിനകത്ത് 6 പേരുണ്ടായിരുന്നു. 6 പേരും എന്താ പറയുക, കഞ്ചാവ് ഇങ്ങനെ അടിമപ്പെട്ട് മുടിയൊക്കെ വളർത്തി ഒരു പ്രാകൃത രൂപത്തിലായിരുന്നു. ഞാൻ ഇവരുടെ കൂടെയാണോ പോകണതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവരുടെ കൂടെ ഇല്ല, എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ മദ്യപാനം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ദുശീലം എനിക്കില്ല, ഞാനതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മധുരം എല്ലാം അവിടെ വല്ല മരുന്നാണോ തന്നെ എന്നൊക്കെ എനിക്കൊരു ഭയമുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അവിടെ എന്തായി, മരുന്ന് തരാനാണോ എന്നെ കൊണ്ടുപോകണത്? മരുന്ന് തരരുത്, കാരണം എനിക്ക് പല കൂട്ടുകാരികളും മരുന്ന് കഴിച്ച് ഭ്രാന്തായി പോയതും ഒക്കെ അനുഭവം എന്നിലുണ്ട്. കണ്ണിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അന്ന് ഞാൻ കേട്ടു. അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് മനസ്സോടെ ഞാനിങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സഹോദരൻ എന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി. ഞാൻ ധ്യാനകേന്ദ്രത്തിൽ ചെന്നു. അന്ന് വൈകുന്നേരം 4 മണിക്ക് ചായ കുടിക്കാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ 6 പേരിൽ 3 പേരെ കാണുന്നില്ല, 3 പേരും ചാടിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഈ 6 ലിറ്റർ ഒരാഴ്ച അടിച്ചതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിൽ പോയാൽ മതി, കിടന്നാൽ മതി, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് വെള്ളം കൂടി മാറണമെന്നൊരാഗ്രഹവും. അങ്ങനെ ഞാൻ അവിടെ പിടിച്ചു നിന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ 3 പേരും ബാക്കിയുള്ള 3 പേരും ചാടിപ്പോയി ഉച്ചയായപ്പോൾ. അപ്പോൾ എനിക്ക് പിന്നെ വിഷമായി. ഞാൻ എന്തിനാ അവിടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പല ചിന്തകൾ എനിക്ക് വന്നു. പക്ഷേ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് നിർത്തുമെന്നും പറഞ്ഞിട്ട് പോന്നു. പിന്നെ എന്നെ കൊണ്ടുവന്നാക്കിയ സഹോദരൻ ഭയങ്കര ആഗ്രഹത്തോടും വളരെ പ്രത്യാശയോടെ എന്നെ കൊണ്ടുവന്നാക്കിയേക്കാണ്. ഞാൻ എങ്ങനെ പുള്ളീനെ ദുഃഖിക്കുകയെന്ന് ഓർത്ത് ഞാൻ എന്തായാലും ഒരാഴ്ച അവിടെ നിൽക്കാം എന്നൊരു തീരുമാനം പിന്നെയും ഞാൻ എടുത്തു. അങ്ങനെ അവിടെ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ ഒരു ആശ്വാസം തോന്നി. കാരണം എൻ്റെ ആ കെട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി, ഞാനൊന്ന് ഫ്രീ ആയി. പിന്നെ അവർ പറയണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ കുറേ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാ വചനങ്ങളും യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനൊരു കത്തോലിക്ക സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചതെങ്കിലും യേശുവിനെക്കുറിച്ചൊന്നും ഇങ്ങനെ ഒരു നിത്യജീവനുണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നൊക്കെ ഇങ്ങനെ വചനങ്ങൾ പറഞ്ഞു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിന്നെ പറഞ്ഞു യേശുവോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ എങ്ങനെ ഈ നിത്യജീവൻ പ്രാപിക്കാം? ഇങ്ങനെ ഒരു നിത്യജീവൻ ഉണ്ട് യേശുവിൽ വിശ്വസിച്ചാലൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കൂടുതൽ ഇങ്ങനെ അറിയാനായിട്ടൊക്കെ ഇങ്ങനെ ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്തു. അപ്പോൾ ഭയത്തെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്തു. അപ്പോൾ എന്താണ് ഭയം? അപ്പോൾ ആ ഒരു ഭയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ചിന്തിച്ചിട്ട് എനിക്കൊരു ഭയമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല, കാരണം മദ്യപിച്ചെടുക്കുമ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്കൊരു ഭയമുണ്ടെങ്കിൽ അതൊരു മരണത്തെക്കുറിച്ചാണുള്ളൊരു ഭയമാണ് എന്ന്. നമുക്കൊരു മരിക്കാൻ പോവുകയാണ് എന്നറിയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഇനി 3-4 ദിവസം ഇനി ജീവിക്കുമോ എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ നമുക്കൊരു ഭയമായിരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭാവി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ഭാര്യ, അങ്ങനെ കുറേ ചിന്തപ്പാട് ആകുലതകളൊക്കെ ഇങ്ങനെ വരും. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു വചനം ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേട്ടപ്പോൾ എന്നെ ഇങ്ങനെ ആഴമായി ഇങ്ങനെ ചിന്തിക്കാൻ എനിക്ക് ദൈവം ഒരു കൃപ തന്നു. കാരണം എന്താണ് ഭയം? ഈ മരണത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? കാരണം നമുക്ക് വേണ്ടി കാൽവരി ഇതിൽ മരിച്ച്, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്, നമുക്ക് വേണ്ടി പിന്നെയും ചേർക്കാനായിട്ട് ഈ യേശു ക്രിസ്തു വരുമെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഭയക്കണം? കാരണം ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കാൻ അവിടെ വെച്ച് ആരംഭിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവും. എനിക്കൊരു ഉറപ്പായി, എന്താണ്? എനിക്കൊരു മരണമുണ്ട്, അത് ഞാൻ ഉറപ്പിച്ചു. അത് കാണാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ ഇന്ന് മരിച്ചാൽ ഇന്ന് യേശുപ്പച്ചൻ്റെ കൂടെയാണ് എന്നുള്ള ഒരു ഉറപ്പ്, ഒരു ധൈര്യവും എനിക്ക് പ്രാപിക്കാൻ അവിടെ വെച്ച് സാധിച്ചു. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു, ഈ യേശുവിനെ ഞാൻ സ്വീകരിക്കും, കാരണം യേശുവിനെ ഞാൻ പിൻപറ്റും. പക്ഷേ ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു, ബെന്തിക്കോസിലേക്ക് ഞാൻ പോകില്ല എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ആ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ ഭവനത്തിലെത്തിയ ശേഷം ഞാൻ വീണ്ടും വീട്ടിൽ ഇങ്ങനെ നിന്ന്
ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പിറ്റേ ദിവസം എന്നെ കൊണ്ടുവന്നാക്കി ദേവദാസൻ വന്നിട്ട് രാവിലെ വെളുപ്പിന് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ചർച്ചിൽ വന്നം. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ ആ ചർച്ചിലേക്ക് വരില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ ആ ദേവദാസൻ എന്നോട് നിർബന്ധിച്ചു. എന്നെ വെളുപ്പിനിരുന്ന് 9 മണിക്ക് ആരാധന, വെളുപ്പിന് 5:30 വന്നിട്ട് എന്നെ ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്ത് എന്നെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പോകാതെ ഇങ്ങനെ നിന്നപ്പോൾ ശല്യം എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഇത്രമാത്രം ഇങ്ങനെ കെഞ്ചെന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം വരാം, പക്ഷേ സാക്ഷിയൊന്നും പറയില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആ ദൈവസഭയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ നല്ലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല അന്തരീക്ഷം. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ആ പാട്ടൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഉള്ളിൽ എന്തോ ഒരു ശക്തി എന്നിൽ വ്യാപരിക്കുന്നത് എനിക്ക് തോന്നി. ഞാൻ അവിടെ നിന്ന് പാട്ടുപാടി ആരാധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ഫ്രീ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അടിച്ചിരുന്നപ്പോഴത്തേനും ഞാൻ തല്ലിയ ദേവദാസൻ അങ്ങനെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് എന്തെങ്കിലും പറയണമെന്നിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, ദേവദാസൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു, ഞാൻ അറിയില്ലാതെ ചെയ്തു പോയതാണ്. അപ്പോൾ ആ ദേവദാസൻ കരയുകയും എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കും കരച്ചിലായി, അങ്ങനെ സഭ മൊത്തവും കരഞ്ഞു. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഫ്രീ അവിടെ തോന്നി. കാരണം ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമോ വെറുപ്പോ അങ്ങനെ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ ഏറ്റു പറയണമെന്ന്. പക്ഷേ അത് എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല ആരോടും. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ ദേവദാസനോട് പറയണമെന്ന് തോന്നിയപ്പോൾ എനിക്ക് മനസ്സിൽ വലിയൊരു ആശ്വാസമുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ആരോടെങ്കിലും കയ്പോ വിദ്വേഷമോ എന്തെങ്കിലും വെച്ചാൽ അത് നമ്മൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം അവിടെ അനുഭവപ്പെട്ടു. ഞാൻ പിന്നീട് ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ സന്തോഷം ഒന്നും ഇവിടെ തുടർന്നും ആയിക്കൂടാന്ന് ഞാൻ തുടർന്നും ഈ ദൈവസഭയിൽ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. എനിക്ക് വൈകുന്നേരങ്ങളിൽ എന്നെ ഈ ദേവദാസൻ ഓരോ കൺവെൻഷനിലും ഒക്കെ കൊണ്ടുപോകും. കാരണം കൂട്ടുകെട്ടിലേക്ക് പോകാതെ, മദ്യപാനത്തിലേക്ക് പോകാതെ ഇങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ഈ ദേവദാസൻ എന്നെ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ കൺവെൻഷൻ ഇല്ലാതെ വന്നപ്പോൾ ഒരു ദിവസം ബൈബിൾ ക്ലാസ് ഇങ്ങനെ ഇരുമ്പനത്തൊരു ബൈബിൾ ക്ലാസ് തുടങ്ങണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതിനകത്ത് പോയി ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡെയിലി അതിന് ബൈബിൾ ക്ലാസ്സിന് പോയി. അങ്ങനെ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴും ഈ വണ്ടി ഓടുമ്പോഴൊക്കെ കാശ് തരുന്നതൊക്കെ ഈ ബാറിലും അവിടെയൊക്കെ വെച്ചാണ് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ വെള്ളം കൂടി മാറ്റാനായിട്ട് എന്തെങ്കിലും എനിക്ക് ഈ ചെയ്യണം, കാരണം എനിക്ക് എങ്ങനെയും പെട്ടുപോകും, അതിനെന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി ഈ ബാറൊന്ന് പൂട്ടണമെന്ന്. പക്ഷെ ഞാനത് ശക്തമായി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കാരണം ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നപ്പോഴത്തേനും ബാറുകൾ അടച്ചു. ബാർ അടച്ചപ്പോഴത്തേനും 4 ദിവസത്തേക്കാണ് അടച്ചത്. പക്ഷെ ഞാൻ അവിടെ 4 ദിവസവും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, ഈ ബാറ് നീ തുറക്കരുതെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി 6 മാസത്തോളം ആ ബാറ് അടച്ചിട്ടു. ഈ 6 മാസത്തിൽ ഞാൻ ഈ ദൈവത്തിൻ്റെ നിന്ന് ഞാൻ ബലം പ്രാപിക്കും. എൻ്റെ മദ്യപാനം എനിക്ക് അതിൽ നിന്നുള്ള ആസക്തി എന്നിൽ നിന്ന് മാറുകയും എനിക്ക് നല്ല ബലം കിട്ടുകയും ചെയ്തു. ഞാൻ കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചു. ഞാൻ ഏറ്റവും മുൻഗണന എൻ്റെ ദൈവത്തിന് തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു. കാരണം ഓരോ മീറ്റിങ്ങിന് പോകാനുമൊക്കെ, കാരണം എന്നെ അത്ഭുതകരമായി നടത്തുന്ന ദൈവം. കാരണം ഈ മീറ്റിങ്ങിന് പോയാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല ഭംഗിയായി നടത്തുന്നൊരു ദൈവമാണ്. അപ്പോൾ ഞാനങ്ങനെ തുടർന്ന് ആ ദേവദാസൻ്റെ കൂടെ പല ക്ലാസ്സുകളിലും പോയി. ആ ദേവദാസൻ അങ്ങനെ 2-3 ബൈബിൾ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ പോകാൻ സാധിച്ചു. ഇന്ന് ആ ദേവദാസൻ ഒരു പാസ്റ്ററായി മാറുകയും ചെയ്തു. ഇന്ന് അവിടെ അങ്ങനെ ആ ഒരു സഭയിൽ ആ ദേവദാസൻ ഇന്ന് ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു. ഞാൻ ആ ജോലിയോട് കൂടിയാണെങ്കിൽ പോലും പല ദേവദാസന്മാരോടൊപ്പം യേശുവിനെ സാക്ഷീകരിക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു അത്ഭുതമാണ്. കാരണം ഞാൻ ഈ ജയിലിലും ഒക്കെ നമ്മൾക്കൊരു ദൈവത്തെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് എപ്പോഴാണ്? ശരിക്കും ഒരു ICUവിലോ അല്ലെങ്കിൽ ഒരു ജയിലിൽ കിടക്കുമ്പോഴാണ്. കാരണം നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. കാരണം ജയിലിൽ നമുക്ക് സ്വന്തക്കാരോ ബന്ധക്കാരോ ആർക്കും കടന്നു വരാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ICUവിലും, അവിടെ ആർക്കും കടന്നു വരാൻ പറ്റത്തില്ല. പക്ഷേ കടന്നു വരുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ നമുക്ക് ആ ICUവിലും ഈ ജയിലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എവിടെ നിന്നാലും ആ ദൈവത്തെ ഒന്നറിഞ്ഞാൽ, ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്നൊരു ദൈവമാണ്. നമ്മളെ രക്ഷിക്കുന്നൊരു ദൈവമാണ്. ഒരു നിത്യജീവനുമുണ്ട്. അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആ ഒരു പൂർണ്ണ ഒരു വിശ്വാസവും ആ തെളിവും എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ യേശുവിൽ കൂടുതൽ ഞാൻ ആകർഷണമായത്. അതൊരു വചനം പറയുന്നു,
ഹേ മരണമേ നിൻ്റെ ജയമെവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു തരുന്നവരും ആകുവിൻ. അതുകൊണ്ടാണ് നമുക്കൊരു മരണമുണ്ട്. ആ മരണത്തെ ജയിച്ചൊരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുന്നമേ പറഞ്ഞത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. കാരണം കർത്താവിൻ്റെ കൂടെയാണ് നമ്മളെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു. ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഒരു പേടിയും ഒരു ഭയത്തോടെ നമ്മൾ നോക്കണ്ട. കാരണം ദൈവം നമ്മളെ അത് എന്ത് വേണമെങ്കിലും നമുക്ക് സാധിച്ചു തരും. അതുകൊണ്ടാണ് നിന്നെ ഞാൻ സഹായിക്കും, നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരു നീതിയോടെ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നേരോടെ നിൽക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് നേരോടെ നിന്ന് ജീവിക്കാനുള്ളൊരു ദൈവകൃപ ദൈവത്തോട് ചോദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.